മോളിവുഡ് ടൈംസ് അഭിനവ് സുന്ദർ നായിക് പടം. നിങ്ങൾ ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടും. അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പടം അത്ര അങ്ങോട്ട് വർക്കാവത്തില്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ട ഒരേ സിനിമ തന്നെയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഈ പടം നന്നായിട്ട് വർക്കായി. മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഈ സിനിമ എനിക്ക് നന്നായിട്ട് തന്നെ വർക്കായി. എനിക്ക് ആകപ്പാട് തോന്നിയത് പടം ഏകദേശം 2 മണിക്കൂർ 50 മിനിറ്റ് ലെങ്ത് ഉണ്ട്. ഒരു 3 മണിക്കൂറിനടുത്ത് ലെങ്ത് ഉണ്ട്. അപ്പോൾ ലെങ്ത് കുറച്ച് കൂടിപ്പോയെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഈ ലെങ്ത് കൂടിപ്പോയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ ലാഗോ ബോറടിയോ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടെ ട്രിം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനൊരു ഓപ്ഷൻ മാത്രമാണ് എനിക്കുള്ളത്. അല്ലാണ്ട് പടം എനിക്ക് നല്ല രീതിയിൽ വർക്കായ സംഭവമാണ്. പ്രത്യേകിച്ച് ഈ സിനിമയായിട്ട് കുറച്ച് അടുപ്പമുള്ള, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കയറാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൂഞ്ചി തൊലിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ സിനിമ മാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എയിം വെച്ചിട്ട് ആ എയിമിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് ഇങ്ങനെ തൊലിച്ച് മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പടം നന്നായിട്ട് വർക്കാവും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അഭിനവിന്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ്, നമ്മളെപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ള സക്സസ് ആവുന്ന നായകൻ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ട് ശീലിക്കുന്ന ഒരു സംഭവമല്ല. അല്ലെങ്കിൽ എൻഡിങ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് 100% ഉറപ്പായിരുന്നു. എന്നാലും ഒരു ഇപ്പം മുകുന്ദൻ ഉണ്ണി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കണ്ണിച്ചോരി ഇല്ലാത്ത ഒരു നായകൻ അങ്ങനെ കണ്ണിച്ചോരില്ലാണ്ട് തന്നെ സക്സസ് ആവുന്നു, അത്രേ ഉള്ളൂ. അത് ലോകത്തിന്റെ ഒരു തിയറിയാണ്. ഇവിടെയും ഈ രക്ഷപ്പെടുന്ന ആൾക്കാർ ഏത് വിധേനയും രക്ഷപ്പെടും, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ ഏത് വിധേനയും അങ്ങ് മൂഞ്ചും എന്നുള്ളത് തന്നെയാണ് ഈ പടം പറഞ്ഞു വെക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ഇതാണ് റിയൽ ഫാക്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അഭിനവിന്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ ഈ അഭിനവിന്റെ പടം എന്ന് എടുത്തു പറയുന്ന കാര്യം, പുള്ളിയുടെ ഒരു മേക്കിംഗ് തന്നെ അങ്ങനെയാണ്. നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടേ ഇപ്പൊ കുറച്ച് ചില കാർട്ടൂണിക് സംഭവം വരും, അല്ലെങ്കിൽ ചില അതായത് നോർമൽ ഷൂട്ടിൽ നിന്നൊക്കെ മാറി. ഇപ്പൊ ഇതിനകത്ത് ഷറഫുദ്ദീൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ പേഴ്സണൽ വ്ലോഗ് എടുക്കും ഇടക്കിടക്ക്. അപ്പൊ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മീറ്റർ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നസ്ലിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സിനിമാ മോഹി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ഓൾറെഡി അതിന്റെ ട്രെയിലറിൽ നിന്ന് അപ്ഡേറ്റ്സ് ഒക്കെ മനസ്സിലുണ്ടാവും. അപ്പൊ ഈ സിനിമാ മോഹി ആയിട്ടുള്ള ആള് ചില ഈ 2000 കാലഘട്ടത്തിലൊക്കെ ഒരു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ പാറ്റേൺ ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് അഭിനവ് ടെക്നിക്കലി അത് നമ്മളുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം നസ്ലിന്റെ പെർഫോമൻസ് ആണ്. അതായത് നസ്ലിൻ എപ്പോഴും സാധാരണ ഒരു മെച്യൂർഡ് ക്യാരക്ടർ നസ്ലിൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല. എപ്പോഴും നസ്ലിൻ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുരുതിക്കകത്തേക്കാണ് കുറച്ചുകൂടെയൊക്കെ മെച്യൂർഡ് എന്നല്ല, എന്നാൽ തന്നെ ഒരു സീരിയസ് കൈൻഡ് ഓഫ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ സാധാരണ ഒരു കോളേജ് പോയി പരിപാടിയാണ് നസ്ലിൻ എപ്പോഴും ചെയ്തത്. പക്ഷെ ഇതിനകത്ത് ഒരു ആക്ടർ നസ്ലിൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നസ്ലിൻ ആസ് ആൻ ആക്ടർ നസ്ലിനകത്ത് നന്നായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കിനി അത്യാവശ്യം കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത്. ഇതിനകത്ത് നസ്ലിന് ഏറ്റവും ആദ്യം ഒരു സ്വപ്നം കാണുന്നൊരു സംഭവമുണ്ട്, ആകാശഗംഗയിലെ ഒരു സംഭവം. നിങ്ങൾക്കിത് പടം കാണാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ ആ സാധനം നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ നസ്ലിൻ ചെയ്യുമ്പോൾ അതൊരു നമുക്ക് കോമഡി ആയിട്ട് തോന്നും. പക്ഷെ അതേ നസ്ലിൻ തന്നെ ഒരു എന്താ പറയണ്ട, ഒരു 10-25 വയസ്സുള്ള ഒരു മെച്യൂർഡ് മാൻ ആയിട്ട്, അല്ലെങ്കിൽ മെച്യൂർഡ് അല്ലേ, ഒരു യങ് ബോയ്. അതെ. അതായത് നസ്ലിൻ ഈ ഒരു പടത്തില് ഒരു 10ാം ക്ലാസ് തൊട്ടുള്ള ക്യാരക്ടർ തൊട്ട് ഒരു 10, 25, 26, 27 വയസ്സുള്ള ആ ഒരു ഏജ് വരെ പിടിക്കുന്നുണ്ട്. അപ്പൊ അത് നസ്ലിൻ നന്നായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എവിടെ അത് ലോസ് ആവുന്നില്ല, പരിപാടി ലോസ് ആവുന്നില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നസ്ലിൻ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് നമ്മുടെ സംഗീതം ചെയ്തിട്ടുണ്ട്, നമ്മുടെ റോഷൻ ഉണ്ട്, അവ നല്ല നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിനയിച്ചിരുന്ന എല്ലാ ആൾക്കാരും, ഇപ്പോ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോ നസ്ലിന്റെ അപ്പൂപ്പൻ നൈസ് ക്യാരക്ടർ ആയിട്ട്, അങ്ങനെ കുറെ നൈസ് ക്യാരക്ടർ ഉണ്ട്. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു തിയറി ഉണ്ട്. നിങ്ങൾ ഒരു കഥ പറച്ചിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. അതൊരു ലൈഫിലൊരു തിയറി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓവറോൾ പടം അങ്ങനെ തന്നെയാണ്, ആ ഒരു മൂഡാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ സക്സസ് ആവുന്ന ആൾക്കാർ ഏത് വിധേനങ്ങളൊക്കെ സക്സസ് ആകും. അതിപ്പോ നല്ലത് ചെയ്ത് മാത്രമാണ് സക്സസ് ആവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇനി നല്ലത് ചെയ്ത് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് മൂഞ്ചും. അതാണ് ഈ പടത്തിൽ ഇത്രേ ഉള്ളൂ. റിയാലിറ്റിയാണ് ഈ പടത്തിൽ മൊത്തം അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം എന്താണോ ആ സാധനത്തിനെ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു അഭിനവിന് ജീവിതത്തിൽ പണ്ട് സിനിമയിൽ കയറാനായിട്ട് എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും സ്റ്റോറി എടുത്തായിരിക്കാം പുള്ളി ഇത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ എഴുത്ത് രാമു സുനിലാണ്. രാമു സുനിൽ എഴുതിയ പടമാണ് അഭിനവ് ചെയ്തിരിക്കുന്നത്. ഇനി എല്ലാം ഉണ്ട് ഇതിനകത്ത്, തേപ്പിന്റെ എല്ലാത്തിന്റെയും കാര്യം പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറെ ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ
അറിയാലോ. പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇത് നൈസായിട്ട് തന്നെ എടുത്തങ്ങ് വെച്ചോളൂ. നമ്മൾ ആ പടത്തിൽ എന്ത് സ്കോറാണോ വേണ്ടത് അത് ജേക്സ് ബിജോയ് കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു മനുഷ്യൻ യൂസ് ചെയ്യുന്ന കുറച്ച് തെറിവാക്കുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇവിടെ മ്യൂട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഈ ഒരു റിവ്യൂവിനകത്ത് തന്നെ ഞാൻ പറയണം, ലൈഫിൽ മുഞ്ചും, അത് ഈ മുഞ്ചും ഊമ്പും അല്ല പുടമൈരെ എന്നുള്ള സാധനമൊക്കെ അത് കറക്റ്റ് മ്യൂട്ടിംഗ് ഒന്നും ഇല്ല ഇവിടെ. ഉണ്ട് അതിനകത്തും ഉണ്ട്. അല്ല അത് കറക്റ്റ് ആയിട്ട് നമ്മള് ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഡയലോഗാണോ പറയുന്നത് അത് അങ്ങനെ തന്നെ അങ്ങ് പറയുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് എരിവും പുളിയും ചേർക്കാനോ അല്ലെങ്കിൽ അത് കുറക്കാനോ അയ്യോ സിനിമയില്ല അതുകൊണ്ട് കുറച്ച് കോംപ്രമൈസ് ചെയ്തേക്കാം അങ്ങനെ ഒന്നും അതിനകത്തില്ല. അത് കറക്റ്റ് മീറ്ററിൽ പറഞ്ഞിട്ട്. പിന്നെ ഇതിനകത്ത് അഭിനവ് എപ്പോഴും എടുക്കുന്നത് ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഒരു സാധനമാണ് എടുക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഈ രാക്ഷസൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു 10-20 സെക്കൻഡുള്ള പോർഷൻ കാണിക്കും. ആ സാധനത്തിന്റെ ഒക്കെ മേക്കിങ് നല്ല കിടിലമായിട്ട് അഭിനവ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അഭിനവിന് പണി അറിയാം. അത് ഓൾറെഡി പുള്ളി പ്രൂവ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീറ്റർ ഇന്നൊരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയിൽ നിന്ന് മാറിയിട്ട് നാളെ വേറൊരു ജോണർ എടുക്കാനും പുള്ളി നല്ല കഴിവുള്ള ആളാണെന്ന് നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഭാവിയിൽ പുള്ളിയുടെ ഈ ഡാർക്ക് ഹ്യൂമർ പരിപാടിയിൽ നിന്ന് മാറി വേറൊരു മീറ്റർ പിടിച്ചാലും അത് പുള്ളി സക്സസ് ആക്കി എടുക്കാനാണ് സക്സസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ പടത്തിനകത്ത് ചില ക്യാമിയോ റോൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ ക്യാമിയോ വന്നാലുണ്ടല്ലോ അത് അഭിനവ് ഇന്നൊരു അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരു ആക്ടർ ആണല്ലോ ക്യാമിയോ ചെയ്യുന്നത്, അതുകൊണ്ട് പുള്ളിനെ കുറച്ച് ബൂസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ആ ഒരു ക്യാമിയോ വന്നു, ആ ക്യാമിയോനെ എന്താണോ ചെയ്യേണ്ടത് പുള്ളി കൃത്യമായിട്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാധനമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ലൈഫിൽ മൂഞ്ചുന്ന സിറ്റുവേഷൻ അതൊരു ക്യാമിയോ കൊണ്ടുവന്നിട്ടാണെങ്കിലും പുള്ളി ചെയ്യേണ്ടത് ചെയ്ത് നമ്മളെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എത്ര വലിയവനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ എന്നുള്ളൊരു സംഭവമൊക്കെ പുള്ളി എടുത്തു വെക്കുന്നുണ്ട്. ചില നൈസ് കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഈ നസ്ലിനെ എടുത്ത ഷോർട്ട് ഫിലിം കാണുമ്പോഴും അതിൻ്റെ സിനിമ കാണുമ്പോഴും ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നൈസാണ്. നമുക്ക് ചിരി വരുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഡാർക്ക് ഹ്യൂമർ കോമഡി ഇഷ്ടപ്പെട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്, ആ മീറ്റർ മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഈ പടം നൈസായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം പടം കാണുമ്പോഴത്തേക്കും ഈ എന്താ ഇവർ പറയുന്നത് അത് മനസ്സിലാവാണ്ട് പോകും. അപ്പോൾ ഒരു സീരിയസ് സിറ്റുവേഷൻ കോമഡി ആക്കി എടുത്ത് വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ് ഈ പടത്തിലൊക്കെ. ഇപ്പൊ അഭിനവിന്റെ പടത്തിൽ ഒരാൾ മരിച്ചാലും ചത്താലും നമുക്ക് അത് വലിയ ചത്തു. അതാ പറഞ്ഞേ ഇതിനകത്ത് പുള്ളിയുടെ ഒരു മീറ്റർ അതാ. അതായത് പുള്ളി ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോ ഉപയോഗിക്കുന്ന ടേം തന്നെ അങ്ങനെയാ, ചത്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എടുക്കാം. നസ്ലിന്റെ നല്ല പെർഫോമൻസ് കാണാം, അത്യാവശ്യം നല്ല അത്രേ ഉള്ളൂ. ഇതിനകത്ത് നസ്ലിന്റെ കുട്ടിക്കാലം ചെയ്തിരിക്കുന്ന ഒരു പയ്യനുണ്ട്, അവനും ഭയങ്കര നൈസായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനം തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. അവൻ ഇപ്പൊ നസ്ലിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നസ്ലിന്റെ കുട്ടിക്കാലം ചെയ്ത ആ പയ്യനാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നസ്ലിൻ സന്ദീപുമായിട്ടുള്ള കുറെ പരിപാടീസ് ഉണ്ട്, നസ്ലിൻ ഷറഫുമായിട്ടുള്ള കുറെ പരിപാടീസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ യഥാർത്ഥ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ എനിവേ പേഴ്സണലി എനിക്ക് പടം വർക്കായിട്ടുണ്ട്, നല്ല പടം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ അത്ര വർക്കായിട്ടില്ല, ബട്ട് നല്ല സിനിമയാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ തിയേറ്റർ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. അച്ഛൻ്റെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ആവറേജ് ഒക്കെ ആയിട്ടായിരിക്കും തോന്നുക. എനിവേ പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. അഭിനവിന്റെ അടുത്ത പടത്തിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. സംഭവം നൈസ് ആയിട്ടുണ്ട്. വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്, നസ്ലിൻ ആസ് ആൻ ആക്ടർ കിഡുമായിട്ട് ഈ പടം ചെയ്തിട്ടുണ്ട്. എനിവേ നിങ്ങൾ എന്തായാലും പടം തിയേറ്ററിൽ പോയി തന്നെ കാണുക.